ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ജിൻസി ബ്ലൂംസ് അഗൈൻ. നമുക്കിതൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി കണ്ടാലോ? എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഉണ്ണിയപ്പം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്കൊരു 150 മുതൽ 200 വരെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഒരു അളവിലുള്ള ഒരു റെസിപ്പിയാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അതിലേക്കായിട്ട് ഒരു 2 കിലോ റവ എടുത്തിട്ടുണ്ട്. 2 കിലോ റവ എടുക്കുകയാണെങ്കിൽ അത്രയ്ക്കും തന്നെ 2 കിലോ വെല്ലം എടുത്ത് ഉരുക്കി അതിൽ അഴുക്കൊക്കെ മാറ്റി റെഡിയാക്കി വെക്കണം. പിന്നെ ഒരു വലിയ തേങ്ങ തന്നെ ചിരകിയത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ കൊത്തിയിടാം, അല്ലെങ്കിൽ വറുത്തെടുക്കാം. പിന്നെ ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന റവ, അപ്പോൾ റവ നമ്മൾ വെറുതെ വെച്ചിരിക്കില്ല, റവയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു 2 കിലോ വെല്ലം ഉരുക്കി നന്നായി അരിച്ച ആ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് കൈയോട് നന്നായി കട്ടയൊന്നുമില്ലാണ്ട് മിക്സ് ചെയ്യുക. കൂടെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അല്ലെങ്കിൽ തേങ്ങ കൊത്ത് ഇതിലേക്ക് ചേർക്കാം. കൂടെ കുറച്ച് നമുക്ക് ഏലക്ക പൊടിച്ചതോ അല്ലെങ്കിൽ കരയാമ്പൂവോ, ഇഷ്ടമുള്ളവർക്ക് കരയാമ്പൂവോ അത് പൊടിച്ചതോ ഇതിലേക്ക് ചേർക്കാം. കൂടെ കുറച്ച് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മധുരം ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ ഒരു ഇത് എല്ലായിടത്തും ഒന്ന് ഒരേപോലെ വരാനായിട്ട് കുറച്ച് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം വേണമെങ്കിൽ ഒരു 2-3 മണിക്കൂർ ഒന്ന് പൊങ്ങാനായിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതിൻ്റെ അരിയത്തിൻ്റെയോ ആ ഒരു നമ്മുടെ ഇരുമ്പ് ചട്ടിയിലോ ആ കുഴിയിലേക്ക് മുങ്ങിക്കെടുക്കുന്ന അത്രയ്ക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കായാൻ വെക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കായാൻ വെച്ചതിന് ശേഷം ഓരോ കുഴിയിലേക്കും നമുക്ക് 1/4 അളവിലേക്ക് ഈ ഒരു മാവ് കോരി ഒഴിച്ച് 2 സൈഡും തിരിച്ചിട്ട് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് എണ്ണ വാർത്ത് ചൂടാറിയതിന് ശേഷം നമുക്ക് നല്ല സ്വാദുള്ള നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻജോയ് ദിസ് റെസിപ്പി. വാച്ച് മൈ ചാനൽ. Bye.